ആ സിനിമയിലൂടെ നമ്മുടെ മനസ്സിൽ നമ്മുടെ ചതിയൻ ചന്തു എന്നതിൽ നിന്നൊരു വ്യത്യാസം വരുത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. മനസ്സിലൂടെ എവിടെയോ മമ്മൂട്ടി നായകനെ അഭിനയിച്ച ചന്തു ഒരു ചതിയനല്ല എന്ന് തോന്നുന്ന ഒരു വികാരം മലയാളിയിൽ ജനിപ്പിക്കാൻ കഴിയും. അത്രത്തോളം മലയാളി സ്വാധീനിക്കപ്പെട്ടൊരു കാര്യമാണ് ഈ കളരി എന്ന് പറയുന്നത്. നമുക്ക് അഭിമാനത്തോടെ പറയാൻ കഴിയും, എല്ലാ മാർഷൽ ആർട്ടുകളുടെയും മാതാവായി വിശേഷിപ്പിക്കണം കളരിയെ. 16-ാം നൂറ്റാണ്ടിലാണ് ഉദയനക്കുറുപ്പ് ജീവിച്ചിരുന്നു എന്ന് പറയപ്പെടുന്നു. അതൊരു 16-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ. ശരിക്കും പറഞ്ഞാൽ കേരളത്തിലെ ഒരു യുദ്ധമുറകളിൽ, ആയോധന കലകളിൽ ഏറ്റവും മുൻപതിൽ, ഒരുപക്ഷെ വിദേശ രാജ്യങ്ങളിൽ നിന്ന് കരാട്ടയും ജൂഡോയും എല്ലാം കടന്നു വരുന്നതിന് മുമ്പ് തന്നെ ഇന്ത്യയിലെ കേരളത്തിൽ, ഈ കൊച്ചു കേരളത്തിൽ കളരി ഉണ്ടായിരുന്നു. നമ്മൾ കളരി വടക്കൻ കളരി, തെക്കൻ കളരി, ഇങ്ങനെ രണ്ട് വിധത്തിലാണ് വേർതിരിച്ചിരുന്നത്. ഇതിൽ തെക്കൻ കളരിയിൽ ഒരു 1.5-2 വർഷം ഞാനും അഭ്യസിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ സിനിമയിലൊക്കെ അഭിനയിക്കുമ്പോൾ നല്ല മെയ്വഴക്കമായിരുന്നു. കാരണം തിരുവനന്തപുരത്ത് ഒരു ആശാനെ വരുത്തി, ഇവിടുത്തെ പോലെ കുഴിയിലല്ല അവിടെ കളരി. കഥകളൊന്നുമല്ല. ഈ നകുലനും സഹദേവനൊന്നും വലിയ ഇമ്പോർട്ടൻസ് നമ്മളെ കഥയിൽ അങ്ങനെ കൊടുക്കാറില്ല മഹാഭാരതത്തിലൊന്നും. പക്ഷെ അവിടെ നകുലനും സഹദേവനും ഹീറോസ് ആയിട്ടുള്ള ഒരു ബാലയാണ് ഞാൻ കണ്ടത്. അപ്പോൾ അവരുടെ കൾച്ചറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അവർ ഉപയോഗപ്പെടുത്തും. നമ്മുടെ എല്ലാ ക്ഷേത്രങ്ങളിലും പള്ളികളിലും ഒക്കെ ഒരുപാട് ഓഡിറ്റോറിയം. ഈ ഓഡിറ്റോറിയങ്ങളെ ഫോക്ലോർ അക്കാദമി ഉപയോഗിക്കണം. കാരണം കേരളത്തിലേക്ക് വരുന്ന ഒരു ടൂറിസ്റ്റിന്, എൻ്റെ മനസ്സിൽ, ഞാൻ നിയമസഭയിൽ ഇതുപോലെ പ്രസംഗം നടത്തില്ല, അതിൽ ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട്, കേരളത്തിൽ നമ്മളാരാ ഉപദേശിക്കാൻ എന്ന് ചോദിച്ചാൽ ആരുമല്ല. പക്ഷേ ഉപദേശമല്ല, ഇതൊരു ആശയമാണ്. തിരുവനന്തപുരത്ത് വന്നിറങ്ങുന്ന ഒരു ടൂറിസ്റ്റ് കണ്ണൂർ വരെ ബസ്സിൽ യാത്ര ചെയ്താൽ ഓരോ ജില്ലയും, ഇപ്പൊ തിരുവനന്തപുരം ജില്ല ഒരു സാംസ്കാരികമായ പരിപാടി, അവിടെയുള്ള സംവിധാനങ്ങൾ തിരുവനന്തപുരം, ശ്രീനാരായണ ഗുരുദേവന്റെ പേരിൽ കൊല്ലത്ത് വലിയൊരു കൺവെൻഷൻ സെന്റർ സർക്കാർ പണിതിട്ടുണ്ട്. അവിടെ വന്നു കഴിഞ്ഞാൽ എല്ലാ ആഴ്ചയിലും, ഇപ്പൊ തിങ്കളാഴ്ച തിരുവനന്തപുരത്ത് ഒരു പ്രത്യേക കലാരൂപം മോഹിനിയാട്ടമാണെങ്കിൽ, അടുത്ത ദിവസം ചൊവ്വാഴ്ച വരുന്ന ടൂറിസ്റ്റുകൾക്ക് കൊല്ലത്ത് നിന്നും കേരളത്തിലെ പ്രൊഫഷണൽ നാടകങ്ങൾ കാണാൻ കഴിയും. പ്രൊഫഷണൽ നാടകം കേരളത്തിലെ ഉത്സവ പറമ്പുകളിലും കേരളത്തിന്റെ സംസ്കാരം തന്നെ മാറ്റിമറിച്ച, വിപ്ലവകരമായ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സ്വാധീനിച്ച നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റാക്കി പോലുള്ള നാടകങ്ങൾ പ്രൊഫഷണൽ നാടകങ്ങളായിരുന്നു. ഇത് നാട്ടിൽ കളിച്ചിരുന്നു. ഇന്ന് ആ സീസൺ കഴിഞ്ഞാൽ കലാകാരന്മാരും കലാകാരികളും പട്ടിണിയാണ്. ഫോക്ലോർ അക്കാദമിക്ക് ചെയ്യാവുന്ന ഈ നാടകം കൊല്ലത്ത് വന്നു കഴിഞ്ഞാൽ ചൊവ്വാഴ്ച ദിവസം വന്നാൽ 6 മണിക്ക് ആര് വന്നാലും ഒരു നാടകം കാണാൻ അവസരം ഉണ്ടായിരുന്നു. ഫോക്ലോർ യക്ഷഗാനം, ഇത് നമ്മളിപ്പോൾ കണ്ടു, നമ്മുടെ ഒരു വളരെ ഹിറ്റായ ഒരു സിനിമ ഉണ്ട്, കന്നഡയിൽ വന്ന് വളരെ ഹിറ്റായി മലയാളത്തിലൂടെ. അതിൻ്റെ ഈ യക്ഷഗാനത്തിന്റെ ഒരു രൂപമാണ് അവരെടുത്തേക്കുന്നത്. ഈ കന്നഡയിലെ കാന്താര, അത് യക്ഷഗാനം നമ്മൾ ഉപയോഗപ്പെടുത്തിയില്ല. കാരണം നമ്മുടെ കർണാടകത്തിന്റെയും കേരളത്തിന്റെയും അതിർത്തിയിൽ നിലനിൽക്കുന്ന ഒരു പ്രത്യേക സംസ്കാരവും അത്തരം കാര്യങ്ങളുമാണ് നമ്മൾ ഉപയോഗം. അപ്പോൾ ഫോക്ലോർ അക്കാദമിയുടെ കീഴിൽ എണ്ണമറ്റ കലാരൂപങ്ങൾ, നമുക്ക് ചിന്തിക്കാൻ കഴിയാത്ത കലാരൂപങ്ങൾ. ഇപ്പൊ വില്ലടിച്ചാൻ പാട്ടുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു പണ്ട് ക്ഷേത്രത്തിലെ മീശയൊക്കെ വെച്ച് കാണിക്കും, തലയെക്കെട്ടൊക്കെ ആയിട്ട്. ഞാൻ കുട്ടിക്കാലത്ത് കണ്ടിട്ടുണ്ട്. 2 ചിലങ്ക പോലെ സാധനങ്ങൾ കയ്യിൽ വെച്ചിട്ട് ഈ വില്ലിൽ ഇങ്ങനെ അടിച്ചിട്ട് പാട്ട് പാടും. ഇതൊക്കെ കലാകാരൻ നല്ല മേക്കപ്പ് ഒക്കെ ഇട്ട് നല്ല കുമ്പം മീശയൊക്കെ വയ്ക്കും, ചില ആൾ ഒട്ടിച്ചൊക്കെ വയ്ക്കും, ഒട്ടിൽ വെച്ചിട്ട് അവിടെ ഇരുന്ന് ഇങ്ങനെ പാട്ടാണ്. ഇത് ഒരു കലാരൂപമാണ്. അതൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. ഈ നഷ്ടപ്പെട്ട കലാരൂപങ്ങളെ തിരിച്ചു കൊണ്ടുവരാൻ നമുക്ക് ഇപ്പൊ പൊന്നിയത്തങ്ങ് നടക്കുന്ന ഈ സ്ഥലം മുഴുവൻ നിങ്ങൾ വിലയ്ക്ക് വാങ്ങി, കോടിക്കണക്കിന് നാട്ടുകാരുടെ സഹായത്തോടെ വിലയ്ക്ക് വാങ്ങുമ്പോൾ, ഇവിടെ വന്നാൽ തന്നെ തലശ്ശേരിയിൽ ഇപ്പൊ പൈതൃക ടൂറിസവുമായി ബന്ധപ്പെട്ട് പറഞ്ഞു, ആ പൈതൃക ടൂറിസത്തിന്റെ ഭാഗമായി ഇവിടെ വരുമ്പോൾ ഫോക്ലോർ അക്കാദമിയുടെ ഒരു സ്ഥിരം വേദി ഉണ്ടാകും. സ്ഥിരം വേദി മലയാളി ഒട്ടും പുറകിലല്ല. കാരണം ആദ്യമായി സ്ഥിരം നാടകവേദി എന്ന സ്വപ്നം, കലാനിലയം നാടകം ഉണ്ടായിരുന്നു, രക്തരക്ഷസ്. അതിങ്ങനെ സർക്കസ് പോലെ വരും. ഒരിടത്ത് ക്യാമ്പ് ചെയ്താൽ 3 മാസം 4 മാസം അവിടെ കിടക്കും. സ്റ്റേജിലേക്ക് കാറ് വരുന്നു, പ്ലെയിൻ വരുന്നു, ബസ് വരുന്നു, രക്തരക്ഷസ് വരുന്നു. പെട്ടെന്ന് കാറിലിരിക്കുന്ന സുന്ദരി രക്തരക്ഷസായി മാറുന്നു. ഇങ്ങനെയൊക്കെ ഉള്ള ഒരു ലൈറ്റ് അണഞ്ഞ് തുറക്കുമ്പോൾ സ്റ്റേജിലൂടെ ഓടിയുന്ന കാറിന്റെ പുറകിൽ രക്തരക്ഷസ് പ്രത്യക്ഷപ്പെടുകയാണ്. ആരാണ് ചെയ്തത്? മലയാളി. കലാനിലയം കൃഷ്ണൻ നായർ സംവിധാനം ചെയ്ത് ജഗതി NK ആചാര്യ എഴുതി രക്തരക്ഷസ് പോലുള്ള നാടകങ്ങൾ, കടമറ്റത്ത് കത്തനാർ, അത്ഭുത രംഗങ്ങൾ സ്റ്റേജിൽ കാണിച്ചു. ഇതാണ് ലോക പ്രശസ്തമായ അമേരിക്കയിലെ ബ്രോഡ്വേ ഷോ. ഈ എഡിഷൻ ഇന്ന് തുടക്കം കൊടുക്കുകയാണ്. സുദീർഘമായ പ്രസംഗത്തിന് ഏതായാലും മുതിരുന്നില്ല. ഏറ്റവും പ്രാധാന്യവും
തിരി തെളിയിക്കുന്നതിന് വേണ്ടി തത്വത്തിന് ഇതാ ഇവിടെ തിരി തെളിയുകയാണ്. തിരിച്ചു തരത്തോന്നി ഇടച്ചോട്ടി വളച്ചോടുന്നോ വളച്ചോടി കുത്തി വളർന്നു കളിപ്പറ്റ ഒന്നാം ഭാഗമായ നേർക്കാലം കൊടി ഉയർത്തിക്കൊണ്ട് തുടക്കം കുറിച്ചു. തച്ചോളി ഒതേരനും കതിരൂർ ഗുരുക്കളും അംഗം കുറിച്ച് വീരവൻ അത് വളർന്ന് വികസിച്ച് കേരളത്തിൽ ഈ അവസരത്തിൽ നമ്മുടെ പ്രിയങ്കരനായ MLA പൈതൃകം കേവലം കേന്ദ്രീകരണമല്ലെന്നും അത് ഗ്രാമങ്ങൾ ഈ ചരിത്രഭൂമിയെ തലശ്ശേരി ഈ അവസരത്തിൽ തന്നെ മാറ്റിക്കഴിഞ്ഞിരുന്നു. തുടർന്ന് കഠിനമായിരുന്ന കളരി അക്കാദമി മ്യൂസിയത്തിന് സാമ്പത്തിക സമാഹരണം നടത്താൻ സാധിച്ചു എന്നതാണ് വസ്തുത. കേരളത്തിൽ മാത്രമല്ല ഇന്ത്യക്കപ്പുറത്തും ഇത് നമ്മൾ ആഗ്രഹിക്കുന്നതിനപ്പുറം വളർന്നു കഴിഞ്ഞു വരുമ്പോൾ അതിന് നിങ്ങളുടെ സർവ്വ പിന്തുണയും ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് എന്നാമുഖമായി സൂചിപ്പിക്കുവാൻ ഈ അവസരം. സമ്മേളനം ഇവിടെ ഉദ്ഘാടനം ചെയ്യാനെത്തിയത് നമ്മുടെ ട്രാൻസ്പോർട്ട് വകുപ്പ് മന്ത്രം ഉപയോഗിക്കുകയാണ്. തലശ്ശേരി പൈതൃക പദ്ധതി ഡബിൾ ഡെക്കർ ബസ് യാത്രയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചാണ് നമ്മുടെ സംഘാടക സമിതിക്ക് വേണ്ടി സ്വാഗതം ചെയ്യുകയാണ്. സൗന്ദര്യം എന്ന വാക്കിന് സാർവലൗകികമായ ഒരർത്ഥം കൽപ്പിക്കുക ഏറെ ബുദ്ധിമുട്ടാണ്. കാഴ്ചയ്ക്ക് ആനന്ദം നൽകുന്നതാണ് സൗന്ദര്യം. ബഹുമാനപ്പെട്ട ഷംസി